ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ കട്ട് ഓഫ് റൈഡർ. കട്ട് ഓഫ് റൈഡറിൻ്റെ 30ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ എല്ലാം അറിയാം എന്ന ഭാവം ഒഴിവാക്കുക. നമ്മൾ മനുഷ്യന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. എല്ലാം അറിയാം എന്ന ഭാവം. അത് ഒട്ടും നല്ലതായ ഒരു കാര്യമേ അല്ല എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇങ്ങനെ ഒരു മനുഷ്യൻ പെരുമാറാനുള്ള കാരണമെന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, എനിക്കത് അറിയില്ല എന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ, ഇവരെന്ത് വിചാരിക്കും എന്ന മനോഭാവമാണ്. നമ്മൾ അത് ആദ്യം മാറ്റിയെടുക്കാൻ ശ്രമിക്കുക. കാരണം നാളെ ഒരിക്കൽ നമുക്ക് തന്നെ അതൊരു വിനയാകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വാഹനം ഓടിക്കാൻ കഴിവില്ല എന്ന് വിചാരിക്കുക. പക്ഷേ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ അവർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാനായി അവരുടെ മുന്നിൽ അറിയാമെന്ന് പറയുന്നു. നിങ്ങളും നോർമലായി സംസാരിച്ചു, എതിരെ നിൽക്കുന്നയാളും. പക്ഷേ അപ്പോൾ ആ സീൻ കഴിഞ്ഞു എന്ന പ്രതീക്ഷയിൽ നിങ്ങൾ അവിടെ നിന്നും സംസാരിച്ച് പിരിയുന്നു. പിന്നീട് നിങ്ങൾ പറഞ്ഞത് കേട്ടയാൾ വിശ്വസിച്ചു കഴിഞ്ഞിരിക്കും. ഒരിക്കലും മാറ്റാൻ പറ്റാത്ത രീതിയിൽ അയാളുടെ മനസ്സിൽ അത് ഓർമ്മ കാണും. നാളെ ഒരു സിറ്റുവേഷനിൽ വാഹനം ഓടിക്കേണ്ട ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടി വന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാനും മറ്റൊരാളുടെ മുന്നിൽ നിങ്ങളുടെ വില നഷ്ടപ്പെടാതെ ഇരിക്കാനുമാണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തരുന്നത്. ഒരിക്കലും അറിയില്ലാത്ത കാര്യം അറിയാമെന്ന് പറയരുത്. നിങ്ങൾ മറന്നാലും കേട്ടയാൽ അത് ഒരിക്കലും മറക്കില്ല. എന്തു തന്നെ കാര്യമായാലും അറിയാത്ത കാര്യം അറിയില്ല എന്ന് തന്നെ പറയുക. നിങ്ങൾക്കവിടെ ഒരിക്കലും നിങ്ങളുടെ വില നഷ്ടമാകില്ല. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് അത് വില കൂട്ടുകയേ ഉള്ളൂ. അപ്പോൾ എല്ലാം അറിയാം എന്ന ഭാവം മാറ്റിവെക്കുക. നമുക്കറിയാത്ത കാര്യം നമ്മൾ അറിയില്ല എന്ന് തന്നെ പറയുക. എനിക്ക് കഴിഞ്ഞ ദിവസം ഇങ്ങനൊരു സംഭവം ഉണ്ടായി. അതായത് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഒരു വീഡിയോ വൈറലായിരുന്നു, അത്യാവശ്യം വ്യൂസ് കിട്ടിയായിരുന്നു. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം എനിക്ക് അങ്ങനെ ഒരു വ്യൂസ് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും എന്നെ കണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, എടാ നിനക്ക് ഈ വീഡിയോ പിൻ ചെയ്ത് വെക്കാൻ മേലായിരുന്നു എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞു. കാരണം നമ്മൾ അറിയാത്ത കാര്യം അറിയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ. ഞാൻ അറിയാത്ത കാര്യം അറിയത്തില്ലെന്ന് തന്നെ അവനോട് പറഞ്ഞു. അപ്പോഴത്തേക്കും അവൻ തന്നെ പറയും, എടാ ഇങ്ങനെ ഫോണിൽ പിൻ ചെയ്ത് വെക്കാൻ പറ്റും നമ്മളുടെ വൈറലായ വീഡിയോ ഒക്കെ. അപ്പോഴത്തേക്കും നമ്മൾ നോക്കാനടുത്ത് നമ്മളെന്നല്ല, എതിരെ നിൽക്കുന്ന വേറെ ഒരാൾ നമ്മളുടെ അക്കൗണ്ട് നോക്കാനടുത്ത് ആ പിൻ ചെയ്ത് വെക്കാനടുത്ത് ആദ്യം ആ വീഡിയോ വന്ന് കിടക്കുമെന്ന്. അപ്പോഴത്തേക്കും എനിക്കറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അവൻ പറഞ്ഞ് ആ ഫോണിൽ നിന്ന് തരാൻ. എന്നിട്ട് അവൻ തന്നെ എൻ്റെ ഫോണിൽ അത് മാറ്റി എനിക്ക് ശരിയാക്കി തന്നു. പറഞ്ഞു മനസ്സിലായോ? അതായത് എനിക്കറിയാത്ത കാര്യം ഞാൻ അറിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവൻ എന്നെ ഹെൽപ്പ് ചെയ്തത്. അതുപോലെ തന്നെ എനിക്കറിയാവുന്ന ഭാവം എനിക്കവിടെ കാണിക്കേണ്ടി വന്നില്ല. കാരണം അങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഫോണിലുള്ള കാര്യം അവൻ കറക്റ്റായിട്ട് ചെയ്തു തന്നു. അതേസമയം ഞാനാണെങ്കിൽ എനിക്കിത് അറിയാം, ഞാൻ ചെയ്യാതിരുന്നതാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി. അതങ്ങനെ തന്നെ കിടക്കത്തേ ഉള്ളൂ. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് അറിയാത്ത കാര്യം അറിയത്തില്ല എന്ന് തന്നെ പറയുവാണെങ്കിൽ നമുക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റൊരാൾക്ക് നമ്മളെ സഹായിക്കാൻ പറ്റും. അപ്പം നമ്മൾ മറ്റൊരാളോട് സഹായം ചോദിക്കുന്നത് അത്ര വലിയ തെറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടുമായിട്ട് പറയുന്ന ഒറ്റേ ഒരു കാര്യമേ ഉള്ളൂ, അറിയാത്ത കാര്യം നമ്മൾ അറിയില്ല എന്ന് തന്നെ പറയുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ, ഒരിക്കലും ദോഷം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.